ഹലോ, ഞാൻ സുനി സജീവ്, രേവതി വെഡ്ഡിംഗ് കളക്ഷൻ മൂവാറ്റുപുഴ. ഞാൻ വനിതാ വ്യവസായമായിട്ടാണ് നമ്മൾ 33 വർഷം മുമ്പ് രേവതി തുടങ്ങിയത്. അവിടെ ടൈലറിങ് എന്ന് വെച്ചാൽ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുമായിരുന്നു, തുണി കൊണ്ടുവരിക. സത്യത്തിൽ പറഞ്ഞാൽ മൂവാറ്റുപുഴ ആദ്യമായിട്ട് ചുരിദാർ സെറ്റൊക്കെ നമ്മുടെ കടയിലാണ് വിറ്റത്. അതൊരു വലിയ അഭിമാനം കേട്ടോ. അത് കാരണം ഞാൻ എപ്പോഴും പറയും. അപ്പോൾ ഓരോ കസ്റ്റമർ വരും, പണ്ടൊക്കെ റണ്ണിങ് മെറ്റീരിയൽ വെച്ച് അവർക്ക് തയ്ച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ വനിതാ വ്യവസായമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേ. അപ്പോൾ ഒത്തിരി കസ്റ്റമർ ലേഡീസ് ആലോ മെയിൻ, അപ്പോൾ ലേഡീസിൻ്റെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ബ്യൂട്ടി പാർലറോടെ തുടങ്ങിയാൽ ഞങ്ങൾക്ക് സൗകര്യമായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ അവിടെ വന്നൊരു കൊച്ച് നിർബന്ധിച്ചു. പക്ഷേ അപ്പോൾ നമ്മൾ ബ്യൂട്ടി പാർലർ അങ്ങനെയാട്ടോ സത്യത്തിൽ തുടങ്ങി. അതും വലിയ വൻ ഹിറ്റായി. കാരണം ഒത്തിരി എനിക്ക് വേണേൽ 5000-10000 കല്യാണ ബ്രൈഡിനെ ഞാൻ ഈ മോട്ടട്ടൗണിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് എനിക്ക് വേണേ. ഒരു ദിവസം 7-10 ആയിരുന്നു മേക്കപ്പുകൾ. ഞാൻ എല്ലാവരും അറിയാവുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ടൈലറിങ്ങും അതുപോലെ തന്നെ ഈ കല്യാണ പാർട്ടിയുടെ കംപ്ലീറ്റ് ഡ്രസ്സെല്ലാം നമ്മൾ തയ്ച്ചേ. 25-30 പേര് തയ്ക്കണ പ്രസ്ഥാന നമ്മുടെ. അപ്പോൾ പിന്നെ നമ്മൾ ഓർത്തു തുണിയൊന്ന് വിശദീകരിച്ചാലോ. അപ്പോൾ നമ്മൾ വെഡ്ഡിങ് കളക്ഷനിലേക്ക് കയറി. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഒരു ബിൽഡിങ് മേടിച്ച് രേവതി വെഡ്ഡിങ് കളക്ഷൻ. ഇതെല്ലാം ദൈവകൃപയാട്ടോ, അത് ആദ്യം പറയട്ടെ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ വെഡ്ഡിങ് കളക്ഷൻ തുടങ്ങി. ദൈവകൃപയാൽ ഈ മൂവാറ്റുപുഴ ടൗണും ഇപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടുണ്ട്. നമുക്ക് കൊറോണ കാലം വന്നപ്പോൾ നമ്മളിനി കട എങ്ങനെ നടത്തിക്കൊണ്ട് പോകും, ഇനി കസ്റ്റമർ വരുമോ, ഇതൊക്കെ നമുക്ക് ഭയങ്കര ടെൻഷനുണ്ടായി. അന്നൊക്കെ ഇങ്ങനെ മൊബൈൽ നോക്കിയിരിക്കുമല്ലോ. അപ്പോൾ ഒത്തിരി പേരിങ്ങനെ വീട്ടിൽ ഇരുന്ന് പഴയ ഷോളും കൊണ്ട് ടോപ്പ് അടിക്കണം ഇങ്ങനെയൊക്കെ കാണിച്ചപ്പോൾ ഞാനും ഓർത്തു ഇങ്ങനെയൊക്കെ എനിക്കും ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ഞങ്ങളൊരു ഓൺലൈൻ ഇങ്ങനെ ഫേസ്ബുക്കിൽ ആദ്യം നമ്മൾ ഇട്ടുകൊണ്ടിരുന്നേ. അത് കഴിഞ്ഞാണ് നമ്മൾ യൂട്യൂബിലേക്ക് കിടന്നത്. അവസാനമാണ് ഇൻസ്റ്റ ഒക്കെ തുടങ്ങിയത്. അങ്ങനെ കുറച്ച് അബദ്ധങ്ങൾ പറ്റി. ദൈവകൃപയാൽ അത് നമുക്ക് വലിയ അനുഗ്രഹമായി. അപ്പോൾ ഓൺലൈൻ ഒരു വർഷം ഇങ്ങനെ തുടങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞു ഒത്തിരി പേര് ബിസി ആൾക്കാരെ നമ്മുടെ. അപ്പടിയും ദൈവകൃപയാൽ ഒത്തിരി നല്ല കസ്റ്റമേഴ്സ്. അപ്പോൾ അവരെല്ലാം ഡോക്ടേഴ്സും ടീച്ചേഴ്സും അങ്ങനെ ജോലിക്കാരാണ്. അപ്പോൾ അവർ പറഞ്ഞു വെബ്സൈറ്റ് തുടങ്ങുമായിരുന്നെങ്കിൽ കുറേ പേര് വെബ്സൈറ്റ് അതാണ് ഞങ്ങൾക്ക് എളുപ്പമുണ്ട് വെബ്സൈറ്റ് ആണെങ്കിൽ എന്ന് പറഞ്ഞു. പക്ഷേ ഞാനിങ്ങനെ എളുപ്പമുള്ള വെബ്സൈറ്റ് ഏതാണെന്നൊക്കെ നോക്കിയപ്പോൾ ഞങ്ങൾക്കൊരു വലിയ പല ആൾക്കാർ ഫോളോ ചെയ്യണ വെബ്സൈറ്റ് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ ഞങ്ങളോട് ഇങ്ങോട്ട് വന്ന് സമീപിച്ചു ഒരു വെബ്സൈറ്റുകാരെ. അപ്പോൾ നമുക്കറിയാൻ പാടില്ലാത്ത കാരണം അവരോട് ചോദിച്ചു ഇന്ന ഷോപ്പുകാരൊക്കെ നടത്തുന്ന ആ വെബ്സൈറ്റ് നിങ്ങൾക്ക് അതേ മോഡലിൽ അതാണ് ഞങ്ങൾക്ക് തന്നെ, ഞങ്ങൾ ആ മോഡൽ ചെയ്തു തരാമെന്ന് പറഞ്ഞു. എനിക്കധികം വെബ്സൈറ്റിനെ പറ്റി അറിയാൻ പാടായിരുന്നു. അപ്പം നമ്മൾ ആ വെബ്സൈറ്റ് അവർ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കി തന്നു. പക്ഷേ അതിന് സ്പീഡ് കുറവുണ്ടായിരുന്നു. ഒത്തിരി പ്രശ്നങ്ങൾ, ഇടയ്ക്ക് ഭയങ്കര പ്രശ്നം. അപ്പോൾ അവരെ വിളിക്കും. ആദ്യമൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ മാറി. പിന്നെ ഫോളോ അപ്പ് ഇല്ലാണ്ടായി. പിന്നെ പുതിയ ആൾക്കാർ വരുമ്പോൾ അവർക്ക് ഞങ്ങളെ പരിചയമില്ല. ഞങ്ങളെ ആദ്യം ആക്കിയ അപ്പം നമുക്ക് ഭയങ്കര വിഷമായി, നമ്മുടെ കാശും പോയി. അപ്പോൾ നമ്മൾ പിന്നെ ആദ്യം ഞങ്ങൾ പറഞ്ഞ വെബ്സൈറ്റ് അവിടെ കയറി നോക്കി അവരുടെ വെബ്സൈറ്റ് ആരുടെയാണ്. അപ്പോൾ ഓറഞ്ച് ഡൈസിൻ്റെ ആണെന്ന് മനസ്സിലായപ്പോൾ നമ്മൾ ഓറഞ്ച് ഡൈസിനെ എൻ്റെ മോൻ കോണ്ടാക്ട് ചെയ്തു. എനിക്കങ്ങനെയൊന്നും അറിയാൻ പാടുള്ളൂ. അപ്പോൾ അവർ വന്നു. അപ്പോൾ ഞാൻ അതായിരുന്നു കേട്ടോ സത്യത്തിൽ ആദ്യമേ ആഗ്രഹിച്ചത്. പക്ഷേ നമുക്കുടെ വിചാരം വെബ്സൈറ്റ് ഈ മോഡൽ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഉണ്ടാക്കി തന്നാലും ശരിയാവുമെന്നായിരുന്നു. അപ്പോൾ ചാർജ് കുറവുണ്ടല്ലോ എന്നൊക്കെ ഓർത്തു. അപ്പോൾ ചാർജ് കുറവിട്ടൊന്നും പോകരുത്, എപ്പോഴും എടുക്കുമ്പോൾ നല്ല പ്രൊഡക്റ്റ് എടുക്കണം. അപ്പോൾ ഓറഞ്ച് ഡൈസിൻ്റെ എടുത്തു. ഇപ്പം തന്നെ നിങ്ങൾക്കറിയാമല്ലോ അതിൻ്റെ നല്ല സ്പീഡും ഉണ്ട്. നമുക്ക് യാതൊരു കംപ്ലൈൻറ്റും വരാറില്ല. ഏറ്റവും വലിയ ഗുണം അവരെ വിളിക്കേണ്ട വന്നിട്ടില്ല കേട്ടോ. ഞാൻ അവരെ ഒന്നും വിളിച്ച ഒരു സംശയം ചോദിക്കാനോ സ്റ്റാഫിനോ ഒന്നും അതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. അതിന് മുമ്പ് അപ്പടിയും വിളിയായിരുന്നു, അവരെടുക്കില്ല. അപ്പോൾ ഇവർ പക്ഷേ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കും. അതെനിക്കൊരു വലിയ ഇഷ്ടം തോന്നി. കാരണം എന്നാ വെച്ചാൽ എങ്ങനെയുണ്ട് ബിസിനസ് മാമെന്ന് ചോദിക്കും. പിന്നെ എങ്ങനെയുണ്ട്, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അതൊക്കെ നമ്മളൊരു പ്രസ്ഥാനങ്ങൾ തുടങ്ങുമ്പോൾ നമുക്ക് ആ ഫോളോ അപ്പ് ചെയ്യുന്നവരോട് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പ്രസ്ഥാനം തുടങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഇവരെ ഉറപ്പായിട്ടും ഇവരെ ഇങ്ങനെ നിങ്ങൾ സമീപിച്ച് ഓറഞ്ച് ഡൈസ് സൂപ്പർ വെബ്സൈറ്റുകാരാ. ഏറ്റവും നമുക്ക് വേണ്ടതൊരു നമ്മൾ വിളിച്ചാൽ ഫോൺ എടുക്കണം. നമുക്ക് അപ്പം തന്നെ അവർ പറഞ്ഞു തന്ന് അതൊരു വലിയ സപ്പോർട്ട്. അപ്പോൾ നമുക്ക് വേറെ ഇതിനെ വെബ്സൈറ്റിനെ പറ്റി അല്ലാത്ത ആവശ്യങ്ങളും പുള്ളി പറഞ്ഞു തരും. അതൊരു എന്തും സഹായം ചെയ്തു തരും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഒരു ബ്രാഞ്ച് കൂടെ തുടങ്ങണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു തുണിക്കട തന്നെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ദൈവകൃപയാൽ പണ്ടേ ഒരു സ്വപ്നമായിരുന്നു സ്വർണ്ണക്കട. അതൊക്കെ എല്ലാവർക്കും സ്വപ്നങ്ങൾ പലതും കാണുമല്ലോ.
പക്ഷെ സാധിക്കണമെന്നില്ലല്ലോ. ദൈവകൃപയാലാട്ടോ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കും. അപ്പോൾ ദൈവം ഒരു വഴി ഒരുക്കി. നമ്മുടെ കടയുടെ തന്നെ ഓപ്പോസിറ്റ് ഈ ഷോപ്പ് വാടകയ്ക്ക് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എടുത്തു. എനിക്ക് ഒരു സ്വപ്നത്തിൽ പോലും ഞാനിങ്ങനെ എല്ലാ പ്രസ്ഥാനം തുടങ്ങിയപ്പോൾ അതെനിക്ക് ABCD അറിയാൻ പാടില്ലായിരുന്നു. അത് കാരണം ഇത് ഞാൻ തുടങ്ങുമെന്ന് പറഞ്ഞപ്പം ആരും തന്നെ അധികം എതിർത്തില്ല. കാരണം എന്താ വെച്ചാൽ എല്ലാവരും പഠിച്ചിട്ടാ തുടങ്ങണേ. അപ്പം ഞാൻ തുടങ്ങിയ ഒരു സംഭവവും ദൈവകൃപയാൽ ഉയർന്നു വന്നു. അപ്പോൾ ഇതും തുടങ്ങിയാൽ ഉയരുമെന്നുള്ള അത് കാരണം എല്ലാവരും സപ്പോർട്ട് ചെയ്തു. പിന്നെ ഇവിടെ കസ്റ്റമറിൻ്റെ സപ്പോർട്ട് ഭയങ്കര കേട്ടോ. അവർ ഞാൻ പറഞ്ഞില്ലേ 30 വർഷം മുമ്പുള്ള കസ്റ്റമർ ഇപ്പോഴും നമുക്ക് ഭയങ്കര ശക്തമായിട്ട് കൂടെയുണ്ട്. അവരിങ്ങനെ സ്വന്തക്കാരെ പോലെ ആട്ടോ നമ്മളോട്. ഇങ്ങനെ ഒരു മഹാഭാഗ്യമാണ്. അങ്ങനെ നമ്മൾ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും തുടങ്ങി. ഇവിടെയും നമ്മൾക്ക് വെബ്സൈറ്റ് ആവശ്യം വന്നല്ലോ. അപ്പം നമ്മൾ ധൈര്യപൂർവ്വം പിന്നെ വേറെ വെബ്സൈറ്റ് അന്വേഷിക്കേണ്ട വന്നില്ല. നമ്മൾ ഓറഞ്ച് ഡൈസ് തന്നെയാണ് സെലക്ട് ചെയ്തേക്കണം. രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിട്ടും. നമ്മൾ അതിലേക്ക് ഇനി സ്വർണത്തിൻ്റെ അതുകൂടെ വെബ്സൈറ്റിലിടും. പക്ഷേ വെബ്സൈറ്റിൽ നിന്ന് എങ്ങനെയൊക്കെ എടുക്കുമെന്ന് ഉള്ളത് അറിഞ്ഞുകൂടാ. വെബ്സൈറ്റിൽ പക്ഷേ ഫോട്ടോസൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് ഓർത്തുകൊണ്ടിരിക്കണേ. സ്വർണത്തിൻ്റെ വില കയറി ഇറങ്ങണ കാരണം ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യേണ്ട വരുമായിരിക്കും. അപ്പോൾ നമുക്ക് ഇത്രയും കാലം നിങ്ങളുടെ സപ്പോർട്ട് അത് ദൈവകൃപയാലാട്ടോ. ദൈവം അനുഗ്രഹിച്ച ദൈവജനത്തിനെയും കൊണ്ടാണ് ദൈവം എന്നെ പോറ്റി പുലർത്തിയത്. അപ്പോൾ ഇനിയും ആ സപ്പോർട്ട് നമ്മുടെ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും രേവതി വെഡ്ഡിങ് കളക്ഷനിലും രേവതി മേക്ക് ഓവർ സ്റ്റുഡിയോയ്ക്കും രേവതി ടൈലറിംഗ് സെൻറ്ററിനും എല്ലാ പ്രസ്ഥാനങ്ങൾക്കും നിങ്ങളുടെ ആ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിച്ച് നിർത്തുന്നു.